ഹലോ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അലീനയുടെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് അവരെല്ലാവരും സംസാരിച്ച് അതിൻ്റേതായ രീതിയിൽ നല്ലൊരു താക്കീത് കൊടുത്ത് ബാലചന്ദ്രൻ ശിവനെയും രാജീവിനെയും അതുപോലെ രാവുണ്യമ്മാവൻ്റെ മക്കളെയും ഒക്കെ നല്ല രീതിയിൽ താക്കീത് കൊടുത്താണ് നമ്മുടെ ബാലചന്ദ്രൻ ഇവിടെ നയിക്കുന്നത്. പക്ഷേ വൈജയന്തിയുടെ ജീവൻ പോയി എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ആൾക്കാർ വന്ന് തനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നിന്നിട്ടും ബാലചന്ദ്രൻ അവരെ ഫൈറ്റ് ചെയ്ത് മുന്നേറി കയറി. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒരു ഉറപ്പ് വരെയില്ല. കാരണം വെച്ചാൽ ബാലചന്ദ്രൻ ലാസ്റ്റ് അവസാനമായിട്ട് പറഞ്ഞിട്ട് പോണത് അലീനയുടെ കേസും പറഞ്ഞ് ഇനി മേലിൽ ഈ ബാലചന്ദ്രൻ, അതായത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഒരാൾ പോലും കാലെടുത്ത് വയ്ക്കരുത്, കടന്നു വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളത്തെ പുതിയ വിശേഷത്തിലോട്ടൊക്കെ പോകാം. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക കേട്ടോ. എൻ്റെ മുത്തുമണീസ് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ ഇരുന്ന് നമ്മുടെ രാജീവും ശിവനും കമലയും രാവുണ്യമ്മാവൻ്റെ മകനായ സുഭാഷും ഒക്കെ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്തായാലും വൈജയുടെ കാര്യം നമുക്ക് ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിന് ഇനി എന്താണ് ഒരു സൊല്യൂഷൻ? അങ്ങനെ നമ്മുടെ സുഭാഷ്, രാവുണ്യമ്മാവൻ്റെ മകനായ സുഭാഷ് പറയുന്നുണ്ട്, നമുക്ക് ബാലചന്ദ്രനെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥതയിലോട്ട്, അതായത് ഇങ്ങോട്ടേക്ക് കൈതക്കൽ മാളിക വീട്ടിലോട്ട് വരുത്തിച്ച് ഇതിനൊരു തീരുമാനം ഫൈനലൈസ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഈ ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ബാലചന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന് കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ രാജീവിനും അതുപോലെ തന്നെ നമ്മുടെ ശിവനൊന്നും പിന്നെ ഗൾഫിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനെ പതുക്കെ ന്യൂട്രലിൽ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താം എന്നുള്ള ആസൂത്രണത്തിൽ അവരൊരു പ്ലാൻ ചെയ്യാണ്. അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്തതിന് ശേഷം ബാലചന്ദ്രനെ ശിവൻ വിളിക്കുകയാണ്. അപ്പോൾ ശിവൻ വിളിക്കുമ്പോൾ കോള് ബാലേന്ദ്രൻ എടുക്കുകയാണ്. എന്താ ശിവേട്ടാന്ന് ചോദിക്കുന്നത്? അതെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിക്കണമല്ലോ ബാലേന്ദ്ര. ഞങ്ങളുടെ ഒരു പെങ്ങളുടെ കാര്യമാണല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു തീരുമാനം, എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചതാണല്ലോ ശിവേട്ട, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ത് തീരുമാനമാണ് ഞാൻ അറിയിക്കേണ്ടത്? അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ ബാലേന്ദ്ര, നീ ഒന്ന് വാ, നമുക്ക് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. നിനക്കൊന്ന് ഇവിടം വരെ കൈതക്കൽ മാളിക അവരെ തറവാട്ടിലോട്ടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രന് കാര്യം മനസ്സിലായി. ഒന്നുകിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എൻ്റെ വായിൽ നിന്ന് അവർക്കറിയണം, അതല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലോട്ട് എത്തിക്കണം. ഇതാണ് ഉദ്ദേശം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചതാണ്, അപ്പോൾ ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു ബാലേന്ദ്രൻ? വരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറയണേ, ഇവിടെ വരട്ടെ, ഇവിടെ വരുമ്പോൾ അവനെ നമുക്ക് ഏത് രീതിയിൽ വേണം ടോർച്ചർ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതേസമയം അവൻ്റെ വീട്ടിലാകുമ്പോൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കമല അപ്പോൾ തന്നെ വൈജയന്തിയെ വിളിക്കുകയാണ്. അപ്പോൾ വൈജയന്തിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നാളെ ബാലേന്ദ്രനെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ശിവേട്ടൻ വിളിച്ചിട്ടുണ്ടെന്നും ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണമല്ലോ, ഇയാളും ഈ അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ഒരു തീരുമാനം എടുക്കാം. അപ്പം വൈജയാണെങ്കിൽ പറയുന്ന മുമ്പ് എന്നെ കിടന്ന് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടും വൈജയന്തി. കാര്യം എന്നാന്ന് വെച്ചാൽ നിനക്ക് വേണ്ടിയിട്ടല്ല നിൻ്റെ ആങ്ങളമാർ രണ്ടുപേരും അവരുടെ ജോലിയെല്ലാം ലീവ് എടുത്ത് ഇവിടെ വന്ന് നിനക്ക് വേണ്ടി ഈ സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ്റെ സംസാരമൊക്കെ നീയും കേട്ടതാണല്ലോ. അപ്പം നിനക്ക് വേണ്ടി അവർക്ക് നിന്നോട് ഇത്രയും സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ. എനിക്കതൊന്നും അറിയണ്ട. ഈ എവളെ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കണം, അലീന എന്ന് പറയുന്നവൾ എൻ്റെ വീട്ടിൽ ഇനി ആധിപത്യം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് ആക്കി തരാം, അത്രയേ ഉള്ളൂ. അതൊക്കെ നാളെ നമുക്ക് ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത്
നമ്മുടെ ശിവൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുത്തശ്ശി അമ്മയുടെ അടുത്തൊന്ന് പോവാണ്. അമ്മ അവിടെ ഉണ്ടല്ലോ, കൈതക്കൽ മാളിക വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മയുടെ റൂമിലോട്ട് ചെന്നപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി ഇവിടുന്ന് യുദ്ധപ്രളയത്തിന് യുദ്ധമൊക്കെ ആയിട്ട് പോയാണല്ലോ, എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ച് തോറ്റു തുന്നമ്പാടി തന്നെ ഇങ്ങ് വന്നേ. അപ്പോൾ ശിവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നിട്ട് അമ്മ ശിവനോട് ഒരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ വിഷയം മോനെ നീ വിചാരിക്കും പോലെ അലീന എന്നുള്ളതല്ല, എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ശിവൻ്റെ അടുത്ത് വളരെ പതിയെ പറയാണ്, വൈജയന്തിയുടെ കാര്യങ്ങൾ, പഴയകാല കാര്യങ്ങൾ എന്തെങ്കിലും ഈ ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പം ശിവൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എനിക്ക് അങ്ങനെ ഒരു ചില സംശയങ്ങളൊക്കെ തോന്നുന്നു മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ആവാൻ വഴിയില്ല, ഇതിപ്പോൾ ഇയാളുമായിട്ട് അലീനയും ഇയാളും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കണത് നമ്മുടെ ബാലേന്ദ്രൻ്റെ വീടാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു കോള് വന്ന് നാളെ ചെല്ലാൻ പറഞ്ഞേക്ക് അലീന അറിയുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചെല്ലാണ്, ചേച്ചി ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഇവിടെ ഇത്രയും പേര് വന്നിട്ട് അച്ഛൻ പിടിച്ചു നിന്നല്ലോ. അപ്പോൾ അലീന പറഞ്ഞു, അതല്ല മോളെ, അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നതാണല്ലോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെ അവർ ഉപദ്രവിക്കുകയോ മറ്റു ചെയ്താലോ, അച്ഛന് ഒന്നാമത് സുഖമില്ലാത്തല്ലോ, അതൊന്നും സംഭവിക്കില്ല, ചേച്ചി സമാധാനമായിട്ട് ഒന്ന് ഇരിക്കുക. എന്തായാലും അച്ഛൻ അലീന ചേച്ചീനെ അച്ഛൻ വിട്ടുകൊടുക്കില്ല, അത് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അലീനയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിലും അലീനയുടെ ഉള്ളിൽ ആ ടെൻഷൻ ഇങ്ങനെ കയറി വരെയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയായി അലീന അടുക്കളയിൽ നിന്നപ്പോൾ നമ്മുടെ വൈജയന്തി ഇടിച്ചു കയറി അങ്ങ് ചെല്ലുകയാണ്. എടി നിൻ്റെ പൊറുതിയൊക്കെ ഇന്നത്തോടു കൂടി നിൽക്കോടി, നീ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ അങ്ങ് നിൽക്കാമെന്ന് കരുതിയോ? അങ്ങനെ ബാലചന്ദ്രൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നീ എൻ്റെ മക്കളും അനുഭവിക്കേണ്ട ഈ സ്വത്തൊക്കെ നിനക്കും കൂടെ അങ്ങ് അനുഭവിക്കാമെന്ന് നീ കരുതിയോടിയെന്ന് ചോദിച്ച് വൈജയന്തി അങ്ങ് തട്ടിക്കയറണം കേട്ടോ. പക്ഷേ അലീന ഒന്നും മറുപടി ഒന്നും പറയാൻ പോയില്ല. അലീനയ്ക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അലീന രേവതിക്കുട്ടിയൊന്നും വിളിക്കുകയാണ്, ഇന്നതുപോലെയാണ് അച്ഛൻ അങ്ങോട്ട് പോവാൻ മോളെ, എനിക്ക് ആകെ ടെൻഷനാണ്. ചേച്ചി പേടിക്കണ്ട, ബാലേന്ദ്രൻ സാറ് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ചോളും. ഇത്രയും പേര് നിങ്ങളുടെ ഇവിടെ വന്ന് അലീന ചേച്ചി ഇത്രയും സപ്പോർട്ട് ചെയ്ത് ബാലേന്ദ്രൻ സാറ് സംസാരിച്ചുവെങ്കിൽ ഇതൊന്നും അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. ബാലേന്ദ്രൻ സാറ് അത് എന്നെ മറുപടി കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് പോരും, ചേച്ചിയെ ഇറക്കി വിടണം എന്നുള്ളതായിരിക്കുമല്ലോ അവരുടെ തീരുമാനം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛന് സത്യങ്ങളൊക്കെ അവിടെ പറയേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഒരു ടെൻഷനൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി അലീന എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛന് ഒന്നാമത് സുഖമില്ലാത്തതാണല്ലോ മോളെ, എനിക്ക് അതൊക്കെയാണ്, ഇത്രയും ഉറക്കുകയും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി, സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി സംസാരിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും അലീന നോക്കിയപ്പോൾ അച്ഛൻ പോകാനായിട്ട് കൈതക്കൽ മാളിക വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറായിട്ട് വരികയാണ്. അപ്പോൾ ഇറങ്ങി വരണ കണ്ടപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ചങ്കങ്ങ് ഇടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ പോയി ഇനി എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനും കൂടെ അച്ഛനോടൊപ്പം വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാ മോളെ നീ വരുന്നത്? ഞാൻ അവിടെ കടയിലോട്ടോ മറ്റുമല്ല പോണത്, കൈതക്കൽ മാളിക വീട്ടിൽ ചർച്ചയ്ക്ക് പോണതാ. അപ്പോൾ നിന്നെയും കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല മോളെ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ സംസാര രീതികളൊക്കെ നീ അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മറുപടി എനിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നീ നിൽക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് മോളെ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, അച്ഛനൊന്നും പറ്റില്ലടാ, നീ സമാധാനമായിട്ടിരിക്കുക. അച്ഛനല്ലേ പറയുന്നത്, എൻ്റെ മോക്ക് എന്നെ വിശ്വാസമില്ലേ? അതല്ല അച്ഛന് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും സങ്കടമാവണം, ഇതൊന്നും ആരും അറിയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നുക അച്ഛാ. മോള് നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ അലീന റൂമിലോട്ട് പോവാട്ടോ. റൂമിൽ ചെന്നിട്ട് അലീനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്, എന്തെങ്കിലും അച്ഛന് സംഭവിക്കുമോ, താൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും അറിയേണ്ടിയില്ലായിരുന്നു, ഞാൻ പോലും അറിയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ബ്രിജിത്താമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ട് അലീന ആ റൂമിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു അലീനേനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് മനു സംസാരിക്കുകയാണ്. അപ്പോൾ അലീന ഒരിക്കലും മനുവിനോട് ഈ കാര്യങ്ങളൊന്നും
ഒരിക്കലും തുറന്ന് പറയില്ല. കാര്യം എന്ന് വെച്ചാൽ അലീന പറയുന്നത് ശരിയല്ലല്ലോ. മനുവേട്ടനോട് പറഞ്ഞു എന്നും പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും അലീന ഒരിക്കലും മനുവിനോട് ആ സത്യങ്ങളൊന്നും ഇതുവരെയും പറയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പം മനു പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ അങ്ങോട്ടേക്ക് നിങ്ങളുടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനുവേട്ടൻ, എനിക്ക് പേടിയാവുകയാണ്, നീ ടെൻഷൻ ആവല്ലേ. എൻ്റെ മനുവിനും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാരണം വെച്ചാൽ അലീനയ്ക്ക് പേരും പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണല്ലോ. ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ മനുവിൻ്റെ അച്ഛനും കൊച്ചിച്ചനും ഒക്കെ ചേർന്നിട്ട് ഇത്രയും ഇതായിട്ട് അങ്കിളിനെയും അതുപോലെ അലീനേനെ ഇറക്കി വിടണമെന്നുള്ള ആ ഒരു ഇത്രയും പിടിവാശി കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഈ വൈജയന്തി കാരണമാണ്. കാരണം ശിവനടുത്ത് സംസാരിക്കുന്ന സമയത്തും അമ്മ പറഞ്ഞു, ശിവൻ്റെ അമ്മ, ശരിക്കും ആ കുട്ടി വെറും പാവാണ്. നമ്മൾ ഒരു ദിവസം നീ അവളെ കൂടെ നിന്ന് നോക്കിയാൽ നിനക്കറിയാം ഈ വൈജയുടെ ഭാഗത്താണ് ഫുൾ തെറ്റ്. കാരണം വെച്ചാൽ അവൾക്ക് അവളുടെ വാശി ജയിക്കണം എന്നുള്ളത് കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം വൈജയന്തിക്ക് ഇപ്പോൾ വൈജയന്തിയുടെ ഭാഗം വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു തരം വാശി, ബാലേന്ദ്രനോട് കൂടെ ഫൈറ്റ് ചെയ്ത് തനിക്ക് ജയിക്കണം, ബാലേന്ദ്രൻ തോക്കണം, വൈജയന്തിക്ക് ജയിക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത് അലീന എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളത്തെ ഒരു ഏകദേശം ഇൻട്രോ പ്രൊമോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നാളത്തെ എപ്പിസോഡൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻട്രോ കണ്ടുകൊണ്ടിരുന്നിട്ട് കേട്ടിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.